ഓസ്കാർ അവാർഡിൻ്റെ ഒരു ഭാഗമാകണമെന്നും അത് ലഭിക്കണമെന്നും ചിന്തിക്കാത്ത ആഗ്രഹിക്കാത്ത ഒരു കലാകാരനും ഒരു സിനിമാ നായകനും നായികയും ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. ടെക്നിക്കൽ വിഭാഗത്തിൽ നിന്നായാലും മറ്റെന്ത് സിനിമാ വിഭാഗത്തിൽ നിന്നായാലും ഓസ്കാർ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അങ്ങനെ എത്ര ഇന്ത്യക്കാർ ഓസ്കാർ നേടിയിട്ടുണ്ട്? AR റഹ്മാനും റസൂൽ പൂക്കുട്ടിയും കീരവാണി വരെ നേടിയതൊക്കെ നമുക്കറിയാം. എന്നാൽ എത്ര ഇന്ത്യക്കാർക്ക് ഓസ്കാർ നേടിയിട്ടുണ്ട്? ആദ്യമായി ഓസ്കാർ കിട്ടിയ ഇന്ത്യക്കാരൻ ആരാണ് എന്നതൊക്കെ പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. അറിയാവുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. അപ്പോൾ കഴിയുമെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു ചാനലായ മലയാളം മൂവി ന്യൂസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. 97ാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചല്ലോ. ചലച്ചിത്ര മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സിനിമകൾക്ക് നിരവധി അംഗീകാരം ലഭിക്കാറുണ്ടെങ്കിലും ഓസ്കാർ എന്ന അവാർഡ് നേടുക അത്ര എളുപ്പമല്ല. ഇന്ത്യൻ സിനിമയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ഓസ്കാർ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1957 മെഹബൂബ് ഖാൻ്റെ മദർ ഇന്ത്യ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള നോമിനേഷൻ നേടിയതോടെയാണ് ഓസ്കാറിൽ ഇന്ത്യൻ സിനിമ ആദ്യമായി അടയാളപ്പെടുത്തുന്നത്. പിന്നീട് സലാം ബോംബെ, ലഗാൻ തുടങ്ങിയ സിനിമകൾക്ക് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള നോമിനേഷൻ ലഭിക്കുകയുണ്ടായി. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായി ഓസ്കാർ ലഭിക്കുന്നത് ഒരു വനിതയ്ക്കാണ്. റിച്ചർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി 1982 ഗാന്ധി സിനിമയുടെ വസ്ത്രാലങ്കാരം നിർവഹിച്ച ബാനു അത്തയ്യാണ് ആദ്യമായി ഓസ്കാർ ലഭിച്ച ഇന്ത്യക്കാരി. 1983 ബാനു അത്തയ്യയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. അടുത്തത് സത്യജിത് റോയെ കുറിച്ചാണ്. 1992 ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് സത്യജിത് റോയ്. 1992 സത്യജിത് റോയ്ക്ക് അക്കാദമി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആശുപത്രിയിൽ കഴിയുന്ന സമയത്തിനാണ് ആ അവാർഡ് ഓസ്കാർ അക്കാദമി പ്രഖ്യാപിച്ചത്. അതിനാൽ അദ്ദേഹത്തിന് ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കുവാൻ സാധിച്ചിരുന്നില്ല. സ്ലം ഡോഗ് മില്യണർ എന്ന ചിത്രത്തിലെ സൗണ്ട് മിക്സിങ്ങിനാണ് മലയാളിയായ റസൂൽ പൂക്കുട്ടി അവാർഡ് നേടിയത്. ഓസ്കാർ നേടുന്ന ആദ്യ മലയാളി കൂടിയാണ് അദ്ദേഹം. 2009 അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. ഇതേ വർഷം തന്നെയാണ് AR റഹ്മാനും അവാർഡ് നേടുന്നത്. ഇതോടെ 2 ഓസ്കാറുകൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി മാറുകയായി AR റഹ്മാൻ. ബോളിവുഡിലെ ഗാനരചയിതാവായ ഗുൽസാറിനും അതേ വർഷം തന്നെ ഓസ്കാർ അവാർഡ് ലഭിക്കുകയുണ്ടായി. ബെസ്റ്റ് ഒറിജിനൽ സോങ് എന്ന കാറ്റഗറിയിൽ ആയിരുന്നു അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. ഒറിജിനൽ സോങ് വിഭാഗത്തിൽ RRRലെ നാട്ടു എന്ന ഗാനത്തിന് MM കീരവാണിക്കും ചന്ദ്രബോസിനും വരെ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. പിന്നീട് 2023 ഇന്ത്യൻ ചിത്രമായ ദി എലഫന്റ് വിസ്പേഴ്സ് മികച്ച ഡോക്യുമെന്ററി അവാർഡ് നേടുകയുണ്ടായി. കാർത്തിക് ഗോൺസാൽവസ്, ഗുനിത് മോംഗ എന്നിവർക്കാണ് അവാർഡ് ലഭിച്ചത്.